നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ അതായത് 6/7/2026 തിങ്കളാഴ്ച വൈകിട്ട് റബ്ബർ വിലയും സ്വർണ്ണവില നോക്കുമ്പോൾ ഒരു ഗ്രാമിന് മുകളിൽ 10 രൂപയും ഒരു പവന് മുകളിൽ 80 രൂപയാണ് ഇന്ന് കുറഞ്ഞത്. ഇന്ന് സ്വർണ്ണവിലയിൽ നേരിയ കുറവ് സംഭവിച്ച് വിശദമായി നോക്കുമ്പോൾ 22 ക്യാരറ്റ് 13,440, 8 ഗ്രാമിന് 1,07,520. അതുപോലെ 24 ക്യാരറ്റ് 14,662, ഒരു പവൻ 1,17,296. അതുപോലെ 18 ക്യാരറ്റ് 10,997, ഒരു പവൻ 87,976. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്വർണ്ണവില ഏറിയും കുറഞ്ഞും തന്നെ തുടരുന്നത് ആഭരണ പ്രേമികളിലും സ്വർണ്ണം വാങ്ങണോ എന്നത് സംബന്ധിച്ച് കനത്ത ആശയക്കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. കേരളത്തിൽ വെള്ളി വിലയിലും വർധനവുണ്ടായിട്ടുണ്ട്. 1 ഗ്രാം വെള്ളിക്ക് 245 രൂപയും 10 ഗ്രാം വെള്ളിക്ക് നിലവിൽ 2,450 രൂപയാണ് വില വരുന്നത്. അതേസമയം റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില ഇന്ന് കുതിച്ച് കയറിയിരിക്കുകയാണ്. 2 രൂപയാണ് വർധനവ് രാവിലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ കോട്ടയം RSS 4 കിലോ 271, RSS 5 കിലോ 267, ISN 20 230, ലാറ്റക്സ് 60 DFL 173 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 271, RSS 5 കിലോ 267. അകർത്തല വില നോക്കുമ്പോൾ RSS 4 263, RSS 5 കിലോ 260. വിദേശ വില നോക്കുമ്പോൾ വിദേശത്തും വില കൂടിയിരിക്കുകയാണ്. റബ്ബർ കുതിച്ച് കയറിയിരിക്കുകയാണ്. അതിന് ചുവട് പിടിച്ചാണ് കേരളത്തിലെ റബ്ബർ വില വർദ്ധിച്ചത്. ഇനി വിശദമായി നോക്കുമ്പോൾ RSS 1 279 65 പൈസ, RSS 2 277 93 പൈസ, RSS 3 276 35 പൈസ, RSS 4 275 48 പൈസ, RSS 5 275 5 പൈസ. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. സംസ്ഥാനത്ത് ജൂൺ 15 നടപ്പാക്കിയ KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ആശ്വാസമോ? പക്ഷേ സ്വകാര്യ മേഖലയ്ക്ക് വൻ പ്രതിസന്ധിയും. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യ KSRTC നടപ്പാക്കിയ നിരവധി കുടുംബങ്ങൾക്ക് ഇത് ഒരു വലിയ സാമ്പത്തിക ആശ്വാസമായി മാറിയിട്ടുണ്ട്. എന്നാൽ സ്വകാര്യ ബസ് മേഖലയിലെ കുടുംബക്കാർക്ക് വളരെ പ്രതിസന്ധി. സ്ത്രീ യാത്രക്കാരുടെ വലിയൊരു വിഭാഗം KSRTCയിലേക്ക് മാറിയതോടെ വരുമാനം പ്രൈവറ്റ് ബസ്സിന് കുറഞ്ഞിരിക്കുകയാണ്. അവരുടെ വീടുകളിൽ ഒരു ജീവനക്കാരന് ഏകദേശം 1,200 ബാറ്റയൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് 500 രൂപയിൽ താഴെയാണ് കൊണ്ടുവരുന്നത്. അതും മാസത്തിൽ പകുതി ദിവസമേ ജോലിയുള്ളൂ. ഇങ്ങനെ നഷ്ടം സഹിച്ച് ഓടുന്ന പ്രൈവറ്റ് ബസ്സുകൾക്ക് അതിൻ്റേതായ നഷ്ടപരിഹാരങ്ങൾ കൊടുത്ത് കോമ്പൻസേറ്റ് ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ സ്വകാര്യ മേഖലയിലും ബസ് സർവീസുകൾ നിലനിൽക്കുകയുള്ളൂ. അങ്ങനെ കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവത്തുള്ളൂ. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാവുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നത് വളരെയധികം നന്ദി.